Good evening, all. So, നമ്മൾ ഇന്ന് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് എത്രത്തോളം നമ്മളുടെ ഈ ഒരു എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കേരള PSC നടത്തിയിട്ടുള്ള ഇതിനു മുന്നേ ഉള്ള എക്സാംസ് ഒക്കെ അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് റെഫർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് GT എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കാരണം ഏറ്റവും മിനിമം ഒരു 10 മാർക്ക് മുതൽ ഒരു മാക്സിമം 20 മാർക്സ് വരെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുറെ അധികം തിയറി ക്വസ്റ്റ്യൻസ് കുറച്ച് ന്യൂമറിക്കൽസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണ്. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദി ഡിസിന്റഗ്രേഷൻ ഓഫ് റോക്സ് into smaller particles without any change in their chemical composition is known as. Okay, നമ്മുടെ റോക്സ് ഡിസിന്റഗ്രേറ്റ് ചെയ്യുന്നു, അതിന്റെ കെമിക്കൽ കോമ്പോസിഷന് ഒരു ചേഞ്ചും ഇല്ലാതെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, ഡിസിന്റഗ്രേഷനെ എന്ത് പേര് വിളിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് നമ്മുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. യൂട്യൂബിന്റെ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Disintegration of rocks into smaller particles without any change in their chemical composition. Okay, നോക്കട്ടെ ഏറ്റവും ആദ്യം ആരാണ് കമന്റ് ചെയ്യുന്നതെന്ന് നോക്കണം. ഫിസിക്കൽ വെതറിംഗ് ആണോ, കെമിക്കൽ വെതറിംഗ് ആണോ, ബയോളജിക്കൽ വെതറിംഗ് ആണോ, മെറ്റമോർഫിസം ആണോ, ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കെമിക്കൽ കോമ്പോസിഷന് ചേഞ്ച് ഇല്ലാതെ ഉണ്ടാകുന്ന ഡിസിന്റഗ്രേഷൻ ഓഫ് റോക്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിസിക്കൽ വെതറിംഗ് ആണ് സ്മോളർ പാർട്ടിക്കിൾസിന്റെ ഡിസിന്റഗ്രേഷൻ ഉണ്ടാകുന്നു വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ പറയുന്നത്. ഇനി കെമിക്കൽ വെതറിംഗ് ആകുമ്പോഴും നമ്മൾ ഈ സെയിം ഡിസിന്റഗ്രേഷൻ ഓഫ് റോക്ക് തന്നെയാണ്. പല പല റീസൺസ് കാരണം ഓക്സിഡേഷൻ ആകാം, ഹൈഡ്രേഷൻ ആകാം, ഹൈഡ്രോളിസിസ് ആകാം, കാർബണേഷൻ ആകാം, അങ്ങനെ പല പല റീസൺസ് കാരണം എന്ത് സംഭവിക്കുന്നു? കെമിക്കലി ഒരു ഡിസിന്റഗ്രേഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഡിസിന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കെമിക്കൽ ഡിസിന്റഗ്രേഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ പേരന്റ് റോക്കിന്റെ പ്രോപ്പർട്ടീസിനൊക്കെ വ്യത്യാസം വരും. അപ്പൊ നോർമലി നമ്മുടെ എല്ലാ കൊഹിഷൻ ലെസ് സോയിലുകളും നമ്മൾ ഫിസിക്കൽ വെതറിംഗ് വഴിയാണെന്ന് പറയും. ആൻഡ് കൊഹസീവ് ആയിട്ടുള്ള സോയിലുകൾ, അതായത് നമ്മുടെ ക്ലേ പോലത്തെ സോയിലുകളൊക്കെ എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്? കെമിക്കൽ വെതറിംഗിന്റെ റിസൾട്ട് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സോ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മാച്ച് ദി സോയിൽ ടൈപ്സ് വിത്ത് ദർ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻസ്. കുറച്ച് സോയിലിന്റെ പേരുകൾ തന്നിട്ടുണ്ട്, അതിനെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. എന്താണ് അവരുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാനായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം 1, 2, 3, 4 നമ്പേഴ്സ് ഇട്ട് റെസിഡ്യുവൽ സോയിൽ, അലൂവിയൽ സോയിൽ, എയോളിയൻ സോയിൽ, ഗ്ലേഷ്യർ സോയിൽ തന്നിട്ടുണ്ട്. ആൻഡ് ABCD 4 ഓപ്ഷൻസ് തന്നിട്ട് അവരുടെയൊക്കെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, സോ ഒറിജിൻ ഓഫ് സോയിലിൽ നിന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടേബിൾ ആണ് ഏത് ടൈപ്പ് ആണ് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്, ആൻഡ് ആ ഓരോ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ടൈപ്പ് സോയിൽ ആണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളത്. റെസിഡ്യുവൽ സോയിൽ. ആരാണ് റെസിഡ്യുവൽ സോയിൽ എന്ന് പറഞ്ഞാല്? റെസിഡ്യൂ, അതായത് നമ്മുടെ ഡിസിന്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോ കാറ്റടിച്ചോ വെള്ളം കൊണ്ടോ കുറെ മണ്ണൊക്കെ വേറൊരു പ്ലേസിൽ പോയി ഡിപ്പോസിറ്റ് ആകാം. പക്ഷെ ചിലപ്പോ എന്ത് പറ്റത്തില്ല, ഈ ഒരു പരിപാടി നടക്കത്തില്ല. ആ പേരന്റ് റോക്കിന്റെ മേളിൽ തന്നെ എന്തായി പോകും? ഡിസിന്റഗ്രേറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് അവിടെ ഡിപ്പോസിറ്റ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള മണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിഡ്യുവൽ സോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മളുടെ ഓപ്ഷൻസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്ലേസ് ഓഫ് ഫോർമേഷനിൽ തന്നെ ഇരിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിഡ്യുവൽ സോയിൽ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താന്ന് നോക്കിക്കേ. അലൂവിയൽ സോയിൽ എന്നാണ് തന്നിരിക്കുന്നത്, അല്ലെ?
റെസിഡ്യുവൽ സോയിലിന്റെ ഓപ്ഷനെ ഞാൻ 1 റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അലൂവിയൽ സോയിൽ നമുക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ്. നമ്മളുടെ ഡെപ്പോസിറ്റ്സ് ഓഫ് റിവർ റിവർ ഒഴുകി കൊണ്ടുപോയി ഇടുന്നവരെയാണ് നമ്മൾ നോർമലി എന്ത് വിളിക്കുന്നത്, അലൂവിയൽ സോയിലിനെ വിളിക്കുന്നത്. സോ അലൂവിയൽ സോയിൽ ഓപ്ഷൻ 2 എന്തിലേക്ക് പോയി, എയിലേക്ക് പോയി. എയോളിയൻ സോയിൽ, ആരാണ് എയോളിയൻ സോയിൽ? നമ്മളുടെ കാറ്റടിച്ച് കൊണ്ടുപോയി ഇടുന്നവരെയാണ് നമ്മൾ നോർമലി എന്ത് വിളിക്കുന്നത്, എയോളിയൻ സോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എയോളിയൻ സോയിലിന് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടിയുണ്ട്. അതായത് നമ്മുടെ ലോയസ് ഒരു എയോളിയൻ സോയിലിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുക. സോ സോയിൽ ഫോംഡ് ബൈ വിൻഡ് ഡിപ്പോസിഷൻ ആണ് ആരെന്ന് പറയുന്നത്, എയോളിയൻ സോയിൽ. ഇനി നാലാമതായിട്ട് ആരാ ഉള്ളതെന്ന് നോക്കി, ഗ്ലേഷ്യൽ സോയിൽ. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, ആരാ, ഗ്ലേഷ്യേഴ്സ് കൊണ്ടുപോകുന്ന സോയിൽ. നമ്മുടെ ഐസ്ബർഗ്സ് ഗ്ലേഷ്യേഴ്സ് കൊണ്ടുപോകുന്ന സോയിലിനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ സോയിൽ എന്ന് പറയാം. സോ ബി കറസ്പോണ്ട്സ് ടു ആരാണ്, 4 ആയി. ഇനി അവിടെ ഗ്ലേഷ്യൽ ഡിപ്പോസിറ്റ്സിനെ തന്നെ നമ്മൾ വീണ്ടും 2 ആയിട്ട് പറയാറുണ്ട്. അത് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. ഗ്ലേഷ്യൽ ഡിപ്പോസിറ്റ്സ് 2 പേരുണ്ട്, ഡ്രിഫ്റ്റും ടില്ലും. ടിൽ എന്ന് പറയുമ്പോൾ മെൽറ്റ്, ടില്ല് മെൽറ്റ് അങ്ങനെ ഓർക്കാം. നമ്മുടെ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആയി ഫോം ചെയ്യുന്നവരെയാണ് നമ്മൾ ടിൽ എന്ന് വിളിക്കുക. ആൻഡ് ഗ്ലേഷ്യേഴ്സ് കൊണ്ടുപോയി ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക എന്തൊക്കെയാണുള്ളത്, ഡ്രിഫ്റ്റും ടില്ലും 2 ഓപ്ഷൻസ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന. അപ്പൊ ടിൽ എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ടിൽ ഇസ് ഫോംഡ് ബൈ മെൽറ്റിംഗ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഇത് കൂടാതെ നമുക്ക് ട്രാൻസ്പോർട്ടിങ് ഏജൻസി ഒരെണ്ണം കൂടിയുണ്ട് അല്ലെ, എന്താണ്, നമ്മുടെ ഗ്രാവിറ്റി. ഗ്രാവിറ്റി മൂലം നമുക്ക് സോയില് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടഡ് ആയി പോകും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളൂവിയൽ സോയിൽ. ആൻഡ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ആര്, ടാലസ്. അതേപോലെ തന്നെ ലേക്കിൽ ഡിപ്പോസിറ്റ് ആകുന്നവരെ നമ്മൾ ലാക്കസ്ട്രിൻ സോയിൽ എന്ന് പറയാറുണ്ട്. അതേപോലെ സീ സൈഡിൽ ഡിപ്പോസിറ്റ് ആവുന്നവരെ നമ്മൾ മറൈൻ സോയിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്രയും പേരുകൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു ഡിപ്ലോമ ലെവൽ ആണെങ്കിലും ശരി, ബിടെക് ലെവൽ എക്സാമിനാണെങ്കിലും ശരി, ഈ ഒരു പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്, 1 കറസ്പോണ്ട്സ് ടു സി ആണ്, 2 കറസ്പോണ്ട്സ് ടു എ ആണ്, 3 കറസ്പോണ്ട്സ് ടു ഡി ആണ്. അപ്പൊ നമ്മുടെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ആയി തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം, the volume of voids in a soil mass is the sum of. The volume of voids in a soil mass is the sum of എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ഒറിജിൻ ഓഫ് സോയിലിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എന്തിലേക്ക് പോവുകയാണ്, നമ്മുടെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പൊ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ 3 ഫേസ് ഡയഗ്രാം അല്ലെ. അപ്പൊ നമ്മുടെ 3 ഫേസ് ഡയഗ്രാം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു സോയിലിനെ സംബന്ധിച്ചിടത്തോളം സോയിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചൊരു സ്ഥലത്ത് പോയി കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വന്ന് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്താല് നമുക്ക് അതിനകത്ത് 3 ഫേസസ് ഓഫ് മെറ്റീരിയൽസ്, മാറ്റേഴ്സ് കാണാൻ പറ്റും. എന്തൊക്കെയാണ്, ചിലപ്പോൾ നമുക്ക് സോളിഡ്സ് കാണാൻ പറ്റും, ചിലപ്പോൾ അല്ല, ഉറപ്പായിട്ട് നമുക്ക് സോളിഡ്സ് കാണാൻ പറ്റും, നമ്മുടെ ഗ്രെയിൻസ് കാണാൻ പറ്റും. ഇനി സപ്പോസ് ഒരു ചെറിയ മഴ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് ഞാൻ മണ്ണെടുത്തിട്ട് വരിക. അപ്പൊ എന്റെ മണ്ണിന് ചെറിയൊരു നനവുണ്ട്, അപ്പൊ എനിക്ക് വാട്ടർ കാണാൻ പറ്റും. അതേപോലെ ഭയങ്കര മഴയൊന്നും പെയ്തില്ല, ചെറിയൊരു മഴയായിരുന്നു, അപ്പൊ കുറച്ച് മണ്ണൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. സോ ഉണക്കായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എയറും കാണാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു സോയിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ സോയിൽ എപ്പോഴും ഒരു 3 ഫേസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. 3 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ഫേസസ് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ബിക്കോസ് നമുക്ക് സോയിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ 3 പേര് വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് അനലൈസ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം ഇവർ ഓരോരുത്തർക്കും ഓരോ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഒരു ഡയഗ്രമാറ്റിക്സ് ബിഹേവിയർ കാണിക്കുന്നു, വിച്ച് ഇസ് ഗിവൺ ബൈ എയർ, വാട്ടർ, സോളിഡ്സ്. ആൻഡ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു, നമ്മള് എയറും വാട്ടറും സോളിഡ്സിനും ഒക്കെ വോള്യൂംസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. VA,
VW, VS, വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് സോളിഡ്സ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, നമ്മുടെ എയറും വാട്ടറും എവിടെയാണ് ഇരിക്കുന്നത്, നമ്മുടെ വോയിഡ് സ്പേസസ് അല്ലെ, എംപ്റ്റി സ്പേസസ്, അല്ലെങ്കിൽ നമ്മുടെ പോർസിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് എയറും വാട്ടറും. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും കൂടെ വോളിയം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് കിട്ടുന്നു. ആൻഡ് വോളിയം ഓഫ് വോയിഡ്സും വോളിയം ഓഫ് സോളിഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, വോളിയം ഓഫ് സോയിൽ കിട്ടും. അപ്പൊ ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഈ സോയിലും സോളിഡും എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ആണ്. നമ്മുടെ ഗ്രെയിൻസിനെ നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാവരുടെയും കൂടെ കോമ്പിനേഷൻ വരുമ്പോഴാണ് നമ്മൾ സോയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് സോയിൽ, വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ്. യെസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വോളിയം ഓഫ് വോയിഡ്സിന് സോയിൽ മാസ് എന്താണ്? സോ ആ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. ഓപ്ഷനിൽ കമന്റിൽ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, വിച്ച് ഇസ് വോളിയം ഓഫ് എയർ ആൻഡ് വോളിയം ഓഫ് വാട്ടർ. യെസ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, വോയിഡ് റേഷ്യോ ഇ ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇനി എന്തുണ്ടായിരിക്കണം, നമ്മളുടെ ആ ഒരു 3 ഫേസ് ഡയഗ്രാം ഈ ഒരു സെഷൻ, ഇന്നത്തെ സെഷൻ മൊത്തം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് എന്താ തന്നേക്കുന്നത്, വോയിഡ് റേഷ്യോ ഇ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ആൻസർ കമന്റ് ചെയ്യാവുന്നതാണ്. വോയിഡ് റേഷ്യോ ഇ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നമുക്കറിയാൻ പറ്റും, നമ്മൾ കുറെ വോയിഡ്സും കുറെ വോളിയൂംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നല്ലേ. അപ്പൊ വോളിയൂംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പം നമ്മൾ ഇവരുടെ ഒരു റേഷ്യോ എടുക്കാൻ പോവാം. സോ നോർമലി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനെങ്കിലും നമ്മളൊരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നതിനെയാണ് റേഷ്യോ എന്ന് സാധാരണ വിളിക്കാറ്. അപ്പൊ ഇവിടെ എന്തിന്റെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്, വോയിഡ് റേഷ്യോ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വോയിഡ് റേഷ്യോ ആകുമ്പം ഈ നമ്മൾ എങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാൻ, വോയിഡിന്റെ റേഷ്യോ. നമുക്ക് വോയിഡിനെ കാണിച്ചു തന്നത് ആരാ, വോളിയം ഓഫ് വോയിഡ്സ് ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു കമ്പയർ ഇറ്റ്, എന്തെങ്കിലും മറ്റൊരാളിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. നോർമലി നമ്മൾ വോയിഡ് റേഷ്യോ പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സോയിലിനകത്ത് എത്ര വോയിഡ്സ് ഉണ്ട് കമ്പയർ ടു എത്ര സോളിഡ്സ്. അപ്പൊ വി ബൈ വി എസ് നെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ പോകുന്നത്, വോയിഡ് റേഷ്യോ എന്ന് വിളിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആയിരിക്കും ആര്, വോയിഡ് റേഷ്യോ. ഇനി ഇതേപോലെ തന്നെ വേറെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, 2-3 കൂടെ നമുക്ക് നോക്കാം. പോറോസിറ്റി നമ്മൾ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെ, പോറോസിറ്റി അല്ലെങ്കിൽ പെർസെന്റേജ് വോയിഡ്സ്. അപ്പൊ എന്തായിരിക്കും പോറോസിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, പെർസെന്റേജ് വോയിഡ്സ്. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എന്താ, അത് എത്രയുണ്ട് ബൈ മറ്റൊരു ക്വാണ്ടിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും, വോയിഡ്സ് എന്ന് പറയുന്നത് വി വി ആണ് നമുക്കറിയാം. സോ വി വി ബൈ വി ഇൻറ്റു 100%നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോറോസിറ്റി എന്ന് വിളിക്കുക. അതേപോലെ തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടേം ആയിരുന്നു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ, നമുക്ക് നമ്മുടെ മണ്ണിനകത്ത് എത്രത്തോളം വോയിഡ് സ്പേസസ് അല്ലെങ്കിൽ എത്രത്തോളം എംപ്റ്റി സ്പേസസിൽ വാട്ടർ ഉണ്ടെന്ന് കാണിച്ചു തരുന്നതായിരുന്നു അല്ലെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷനെ ഒരു റേഷ്യോ ആയിട്ട് എഴുതാറ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷനെ നമുക്ക് എങ്ങനെ ഒരു റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റും, ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പറയുന്നത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്, വോളിയം ഓഫ് വാട്ടർ, എത്ര വോളിയം ഓഫ് വാട്ടർ ഉണ്ട് ഇൻ വോളിയം ഓഫ് വോയിഡ്സ്, എന്റെ വോയിഡ് സ്പേസസ്, എന്റെ എംപ്റ്റി സ്പേസസിനകത്ത് എത്ര വെള്ളമുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻറ്റു 100%. ഇനി പിന്നെ നമുക്ക് ഉണ്ടായിരുന്നായിരുന്നു എയർ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ടേം. എന്തായിരിക്കും എയർ കണ്ടന്റ്? എയർ കണ്ടന്റ് വിച്ച് മീൻസ് ദാറ്റ് എത്രത്തോളം എയർ ഉണ്ട്, വോളിയം ഓഫ് എയർ ഇൻ ടോട്ടൽ വോളിയം അല്ല, പകരം എന്താണ്, വോളിയം ഓഫ് വോയിഡ്സിൽ എത്ര എയർ ഉണ്ട് കാണിച്ചു തരുന്നതാണ് എയർ കണ്ടന്റ് ഇൻറ്റു 100%. അതേപോലെ തന്നെ മറ്റൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു NA അല്ലെ, പെർസെന്റേജ് എയർ വോയിഡ്സ്. പെർസെന്റേജ് വരുന്ന കാര്യങ്ങളെല്ലാമാണ് നോർമലി നമ്മൾ എന്തിന്റെ ടേംസിൽ പറയുക, ടോട്ടൽ വോളിയത്തിന്റെ ടേംസിൽ പറയുന്നത്. അപ്പൊ വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100%നെ നമുക്ക് എങ്ങനെ വിളിക്കാം, NA എന്ന് വിളിക്കാം. സോ നമ്മുടെ വോളിയം ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കേണ്ട
കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സോ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഇൻ എ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിൽ ദി എയർ കണ്ടന്റ് ഇസ്. ഒരു കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയില് എത്രയാണ് എയർ കണ്ടന്റ്? ഒരു കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിലായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പറഞ്ഞു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. യെസ്, ഓപ്ഷൻ എ തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എം ടി സ്പേസസിൽ വെള്ളമുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മണ്ണിന്റെ എം ടി സ്പേസസിനകത്ത് എല്ലാം വെള്ളമാണ്. അപ്പൊ പിന്നെ അതിനകത്ത് എയറിനിരിക്കാൻ പറ്റില്ല. സോ എയർ കണ്ടന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 0%. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് 0%. യെസ്. ആറാമത്തെ ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം ഇതാണ്: ദി ടേം വാട്ടർ കണ്ടന്റ് ഇൻ സോയിൽ ഇസ് ഡിഫൈൻഡ് ആസ്. ടേം വാട്ടർ കണ്ടന്റ് ഇൻ സോയിൽ. അപ്പൊ നമ്മളിപ്പോ കുറെ റിലേഷൻസ് ആരെ വെച്ച് പഠിച്ചു? വോള്യൂംസ് വെച്ച് പഠിച്ചു അല്ലെ? വോള്യൂം ഓഫ് വോയിഡ്സ്, സോളിഡ്സ്, എയർ, വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ഡെഫിനിഷൻസ് പഠിച്ചു. അതേപോലെ തന്നെ 3 ഫേസ് ഡയഗ്രത്തിന്റെ മറ്റൊരു സൈഡില് നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ലാബിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന മറ്റു കുറച്ച് സോയിൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു അവരുടെയൊക്കെ വെയിറ്റുകൾ. അപ്പം എന്തിന്റെയൊക്കെ വെയിറ്റുകൾ നമുക്ക് അളക്കാൻ പറ്റും? എയറിന് വെയിറ്റ് ഉണ്ടോ? എയറിന്റെ വെയിറ്റ് നമ്മൾ നോർമലി നെഗ്ലിജിബിൾ എന്നാണ് അസ്യൂം ചെയ്യുന്നത് അല്ലെ? 0, നെഗ്ലിജിബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അളക്കാൻ പറ്റുന്ന വെയിറ്റുകൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ വെയിറ്റ് ഓഫ് സോളിഡ്സ്, നമ്മുടെ ഗ്രെയിൻസിന്റെ വെയിറ്റ് നമുക്ക് അളക്കാൻ പറ്റും. വെയിറ്റ് ഓഫ് വാട്ടർ അളക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ മാസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദി ടേം വാട്ടർ കണ്ടന്റ് ഇൻ സോയിൽ ഇസ് ഡിഫൈൻഡ് ആസ് എന്നാണ്. വാട്ടർ കണ്ടന്റ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് പറയാം? വാട്ടർ കണ്ടന്റ്, വെള്ളം എത്രയുണ്ട്. അപ്പൊ വാട്ടർ കണ്ടന്റ് വെള്ളം എത്രയുണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ന്യൂമറേറ്റർ ആരായിരിക്കണം? വെയിറ്റ് ഓഫ് വാട്ടർ ആയിരിക്കണം. ഇനി അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, വെയിറ്റ് ഓഫ് വാട്ടറിനെ സോളിഡ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യണോ, ടോട്ടൽ വെയിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യണോ? ഇപ്പോൾ ഇവിടെ നമ്മള് ടോട്ടൽ വെയിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം, അതായത് കുറച്ച് മണ്ണെടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. അപ്പൊ എന്താ? വെയിറ്റ് ഓഫ് വാട്ടറും കൂടും, ടോട്ടൽ വെയിറ്റും കൂടും. വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തു, വെയിറ്റ് ഓഫ് വാട്ടറും കൂടും, ടോട്ടൽ വെയിറ്റും കൂടും. അപ്പൊ രണ്ട് പാരാമീറ്റേഴ്സും ഒരേപോലെ മാറിക്കൊണ്ടിരുന്നാല് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും കമ്പാരിസന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ പിന്നെയും വെള്ളം ഒഴിച്ചു എന്നും പറഞ്ഞ് ആരുടെ വാല്യൂവിന് വ്യത്യാസം വരില്ല, വെയിറ്റ് ഓഫ് സോളിഡ്സിന് വ്യത്യാസം വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സിനെ ആയിരിക്കണം എന്ത് വിളിക്കേണ്ടത്? വാട്ടർ കണ്ടന്റ് എന്ന് വിളിക്കേണ്ടത്. സോ വളരെ ഇമ്പോർട്ടന്റ്. വെയിറ്റ് ഓഫ് ടോട്ടൽ വെയിറ്റ് അല്ല നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പകരം എന്താണ്? വെയിറ്റ് ഓഫ് സോളിഡ്സിന്റെ ബേസിസിലാണ് നമ്മൾ ആരെ പറയുന്നത്? വാട്ടർ കണ്ടന്റ് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇനി തെറ്റിദ്ധരിക്കരുത്, വാട്ടർ കണ്ടന്റും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും സെയിം അല്ല. വാട്ടർ കണ്ടന്റ് വെയിറ്റിന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, എന്നാൽ എത്ര എം ടി സ്പേസസിൽ വെള്ളമുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. What is the unit of specific gravity of soil solids? Unit of specific gravity of soil solids. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്നാണ് ചോദിച്ചത്. യെസ്, ഓപ്ഷൻ സി കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല സ്ഥലത്ത് പഠിക്കുന്ന ഒരു ടേമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? നോർമലി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു സോളിഡ് ഗ്രെയിൻ എടുത്തു. ഓക്കെ, ഒരു സോളിഡ് ഗ്രെയിൻ എടുത്തു. ആ സോളിഡ് ഗ്രെയിനിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, ഒരു വോള്യൂം ഉണ്ടായിരിക്കും. ആ വെയിറ്റ് ഓഫ് സോളിഡ്സിനെ ഞാൻ WS എന്ന് വിളിക്കുന്നു, വോള്യൂം ഓഫ് സോളിഡിനെ PS എന്ന് വിളിക്കുന്നു. ഇതേ സെയിം വോള്യൂം വരുന്ന രീതിയിൽ ഞാൻ കുറച്ച് വാട്ടർ എടുത്ത് വെക്കാൻ പോവാം. ഓക്കെ, വാട്ടർ എടുത്തു, സെയിം വോള്യൂം ആയിരിക്കണം. വോള്യൂം ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു വോള്യൂം ഓഫ് സോളിഡ്സിനോട് ഈക്വലന്റ് ആയിട്ട് വെള്ളം എടുത്തു. അപ്പൊ എനിക്കൊരു വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടി.
അങ്ങനെയാണെങ്കിൽ എന്റെ വെള്ളത്തിനെക്കാട്ടിലും എത്ര ഭാരമേറിയതാണ് നമ്മളുടെ സോളിഡ് ഗ്രെയിൻ എന്ന് കണ്ടുപിടിക്കുന്ന ടേം ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സിംപ്ലി പറഞ്ഞാൽ weight of solids by volume of solids to the weight of water by volume of water, where ഇവര് രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു 27 ഡിഗ്രി സെൽഷ്യസിലാണ് എപ്പോഴും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോ രണ്ടുപേരും ഒരേപോലെയാണ് നിൽക്കുന്നത് അല്ലെ, വെയിറ്റ് ബൈ വോള്യൂം 8 ബൈ വോള്യൂം ആയതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? നോ യൂണിറ്റ് ആയിരിക്കും. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് ഇസ് ഗിവൻ ബൈ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് എന്താണ്? എത്ര എംപ്റ്റി സ്പേസസിൽ വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, which is ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഇസ് വോള്യൂം ഓഫ് വാട്ടർ ടു ദി വോള്യൂം ഓഫ് വോയിഡ്സ് ഇൻടു 100%. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ടിപ്പിക്കലി റേഞ്ചസ്. നമ്മുടെ മണ്ണിന്റെ നോർമലി നമ്മൾ എടുക്കുന്ന സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ സോളിഡ്സ് ടിപ്പിക്കലി എങ്ങനെയാണ് റേഞ്ച് ചെയ്യുന്നത്? 0.5 ആണോ, 1.5 ആണോ, 1.5 to 2 ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എന്താണ് ഇക്വേഷൻ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ പിന്നീട് പഠിക്കും. അതായത് പൈക്നോമീറ്റർ ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, നമ്മൾ ഡീല് ചെയ്യുന്നത് എപ്പോഴും ഒരു ഓർഗാനിക് സോയിലുകൾ അല്ലെങ്കിൽ ഒരു ഇൻഓർഗാനിക് സോയിൽ ആയിരിക്കും. നമ്മൾ ഡിസിന്റഗ്രേഷൻ വഴി കിട്ടുന്ന നമ്മുടെ മണ്ണാണ് ഇൻഓർഗാനിക് സോയിൽ, ഡീകമ്പോസിഷൻ വഴി കിട്ടുന്നതാണ് ഓർഗാനിക് സോയിൽ. അപ്പൊ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഇൻഓർഗാനിക് സോയിലിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇൻഓർഗാനിക് സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു 2.6 മുതൽ 2.8 വരെയൊക്കെയാണ്. അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വാല്യൂ റേഞ്ച് ഏതാണ്? 2.4 to 2.8. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം, which equation is correct for unit weight of soil? ഇതിൽ ഏത് ഇക്വേഷൻ ആണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ നമ്മൾ ഡെൻസിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് വെയിറ്റ്. ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമ്മൾ നോർമലി ചെയ്യാറ്? സിംപ്ലി വോള്യൂം ബൈ വെയിറ്റ് ബൈ വോള്യൂം ചെയ്താൽ മതിയാകും. അപ്പൊ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ നിൽക്കാം ചിലപ്പം. ശരിക്കും നമ്മള് സോയിലിനെ വെച്ച് പറയുമ്പം എപ്പോഴും നമ്മള് ഡെൻസിറ്റി അല്ലെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയണമായിരുന്നു. അതേപോലെ തന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞും നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാത്തിന്റെയും അണ്ടറിൽ വോള്യൂം ആയതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. അവർ ഉദ്ദേശിക്കുന്നത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണ്. which is equal to simply എന്തായിരിക്കും? വെയിറ്റ് ബൈ വോള്യൂം ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 11ാമത്തെ ചോദ്യം ഒരു ചെറിയ പ്രോബ്ലം ആണ്, ചെയ്ത് നോക്കാം. If the water content of a soil sample is 20%, weight of dry soil is 50 kg, what is the weight of water? വളരെ സിമ്പിൾ ചോദ്യം. നമ്മൾ ഇവരൊക്കെ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വാട്ടർ കണ്ടന്റ് ഓഫ് എ സോയിൽ സാമ്പിൾ 20% ആണ്. വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ 50 kg ആണെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ബോക്സിലേക്ക് ഇടാവുന്നതാണ്. ഡി ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത്. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് വാട്ടർ ആണ് കണ്ടുപിടിക്കുക.
ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം, നമ്മുടെ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്തായിരുന്നു? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഇൻടു 100 ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഗിവൺ ഡേറ്റാസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വാട്ടർ കണ്ടന്റ് 20 ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ എനിക്ക് അറിയില്ല. വെയിറ്റ് ഓഫ് സോളിഡ്സ് 15 തന്നിട്ടുണ്ട് ഇൻടു 100. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 15 100 ക്യാൻസൽ ആയിട്ട് 2 ടൈംസ് വന്നു. അപ്പൊ 2 ടൈംസ് WW is equal to 20 എന്ന് വന്നു. അപ്പൊ WW എന്തായിരിക്കും? 10 kg. ന്യൂമറിക്കൽസ് വരുമ്പം ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്ത് ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക, which is 10 kg. 12ാമത്തെ ചോദ്യം. A soil with high void ratio E and high porosity N is likely to be. The soil high porosity N ഉം high void ratio E ആണെങ്കിൽ അത് എന്ത് കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൻസ് ആണോ, കോമ്പാക്ട് ആണോ, ലൂസ് ആണോ, ഹാർഡ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കാം ആൻസർ? എല്ലാം കൂടുതലാണ് അല്ലെ. വോയിഡ് റേഷ്യോ കൂടുതലാണ്, പോറോസിറ്റി കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരുപാട് പോർ സ്പേസസ് ഉണ്ടെന്നാണ്. അപ്പൊ ഒരുപാട് പോർ സ്പേസസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ സോയിൽ എന്ത് കണ്ടീഷനിലാണ് നിൽക്കുന്നത്? ഒരു ലൂസ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോയിൽ ഈസ് ഇൻ ലൂസ് സ്റ്റേറ്റ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which parameter is always greater than porosity in a soil mass? Okay, which parameter is always greater than porosity in a soil mass? ഉറപ്പായിട്ടും പോറോസിറ്റിനെക്കാട്ടിലും വലിയതാണ് എന്ന് കാണിക്കാൻ പറ്റുന്നത് ഇതിൽ ഏത് പാരാമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എയർ കണ്ടന്റ് ആണോ, വോയിഡ് റേഷ്യോ ആണോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണോ, സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ? ഇത് ഇത്തിരി ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് ശരിയാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്ന ആളിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോറോസിറ്റിനെ വെച്ചാണ്. ഓക്കെ, നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഇവിടെ എന്താ വന്നേക്കുന്നത്? നമുക്ക് പോറോസിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ പോറോസിറ്റി നമുക്ക് ഗ്രേറ്റർ ആണോ ലോവർ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എന്തിനു വേണ്ടി വേണം കൊടുക്കാൻ? നമ്മള് പോറോസിറ്റിയും വോയിഡ് റേഷ്യോയും തമ്മിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. വോയിഡ് റേഷ്യോ ഇ എന്ന് പറയുന്നത് n/1 - n ആയിരിക്കും. ഓക്കെ, അപ്പൊ വിച്ച് മീൻസ് ദാറ്റ് നമ്മളുടെ പോറോസിറ്റിനെക്കാട്ടിലും എപ്പോഴും ഗ്രേറ്റർ ആവാനുള്ള ഒരു ടെൻഡൻസിയാണ് ആര് കാണിച്ചു തരുന്നത്? നമ്മളുടെ ഈ വാല്യൂ കാണിച്ചു തരുന്ന. റീസൺ എന്താ? ഇവിടെ നമ്മൾ ന്യൂമറേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്നാ, പക്ഷെ താഴെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പം 1 - n ആകും. അപ്പൊ 1 - ഒരു നമ്പർ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് 1-ൽ താഴെയായി. 1-ൽ താഴെയായിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ വന്നാൽ ഇവിടെ എന്തായി? കൂടും, ഇവിടെ എന്തായി? കുറഞ്ഞു ഇല്ലേ? അപ്പം എപ്പോഴും വോയിഡ് റേഷ്യോ ആണ് പോറോസിറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് അറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്ന ആരാണ്? വോയിഡ് റേഷ്യോ ഇ ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളവരൊക്കെ കൂടുതലാകാം, ഈക്വൽ ആകാം, കുറവാകാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? പോറോസിറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആരായിരിക്കും? എപ്പോഴും വോയിഡ് റേഷ്യോ ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 14ാമത്തെ ചോദ്യം. If air content of a soil sample is 0%, then which of the following is true? ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ നോക്കുക. എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ എയർ കണ്ടന്റ് AC of soil sample 0% ആണെങ്കിൽ ഇതിൽ ഏത് കണ്ടീഷൻ ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്. അപ്പൊ ഏതാണ് ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? സോയിൽ എന്തായിരിക്കും? ഫുൾ എയർ കണ്ടന്റ് 0 ആണ്, അതായത് എയറേ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ
അതിൻ്റെ അർത്ഥം നമ്മുടെ വോയിഡ്സിനകത്ത് എല്ലാം ആര് മാത്രമേ ഉള്ളൂ, വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സോയിൽ എന്തായിരിക്കും, ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if void ratio E of a soil sample is greater than 1, which of the following statements is correct? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ടൈപ്പാണ്. മറ്റേ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ തന്നേക്കുന്നത്, വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ സാമ്പിൾ ഒന്നിൽ കൂടുതലാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതായിരിക്കും? വോയിഡ് റേഷ്യോ ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ ദാൻ 1 ആയി. ഈ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? PV by VS ഗ്രേറ്റർ ദാൻ 1 ആയി, which means that volume of voids എന്താണ്, സോളിഡ്സിനെക്കാട്ടിലും കൂടുതലായി. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നത്? ഓപ്ഷൻ സി അല്ലെ, വോളിയം ഓഫ് വോയിഡ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ആരായിരിക്കും? വോളിയം ഓഫ് സോളിഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 16th question. A soil sample has a water content of 40% and degree of saturation of 100%. What type of soil is this? ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു സോയിൽ സാമ്പിളിന്റെ വാട്ടർ കണ്ടന്റ് 40% ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആണെങ്കിൽ എന്ത് ടൈപ്പ് സോയിലാണ്? ഓക്കെ, അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഡ്രൈ സോയിൽ ആണോ, പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ആണോ, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണോ, ലൂസ് സാൻഡ് ആണോ? ഇവിടെ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആണെന്ന് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളുടെ മണ്ണ് ആരായി? ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലായി. നമ്മളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് എന്ത് തരുന്നത്? ഈ വാട്ടർ കണ്ടന്റ് തരുന്നത്. അപ്പൊ ഒരു മണ്ണ് സാച്ചുറേറ്റഡ് ആണോ, ഡ്രൈ ആണോ, പാർഷ്യലി സാച്ചുറേറ്റഡ് ആണോ എന്നൊക്കെ കാണിച്ചു തരുന്നത് എപ്പോഴും ആരായിരിക്കും? നമ്മളുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആയിരിക്കും. മറ്റൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആണെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയാം. ഇനി അവിടെ തന്നെ നമുക്കൊരു ചെറിയ ടേബിളും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷനും അതനുസരിച്ച് നമുക്കൊരു റിമാർക്കും നമ്മുടെ സോയിലിന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 0 ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എങ്കിൽ നമ്മുടെ മണ്ണ് ഡ്രൈ ആ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി 0 to 25% ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഹ്യൂമിഡ് എന്നാണ്. 25 to 50% ആണെങ്കിൽ ഡാംപ് എന്ന് പറയും. 50 മുതൽ 75% ആണെങ്കിൽ മോയിസ്റ്റ് എന്ന് പറയും. 75 to 100 but not equal to 100 ആയിരിക്കണം ആണെങ്കിൽ നമ്മൾ വെറ്റ് എന്ന് പറയും. ആൻഡ് 100%നോട് ഈക്വൽ ആകുമ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയും. ഓക്കെ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ ആണ്. ഇനി ഇത് എങ്ങനെ നമുക്ക് കാണാതെ പഠിച്ചു വെക്കാം? ഇത്ര ഓർക്കുക, ഹാപ്പി ഡേയ്സ് ആർ മോസ്റ്റ് വെൽക്കം. ഹാപ്പി ഡേയ്സ് മോസ്റ്റ് വെൽക്കം, അതിനകത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഹ്യൂമിഡ്, ഡാംപ്, മോയിസ്റ്റ്, വെറ്റ്, സാച്ചുറേറ്റഡ്. അപ്പം അറിയാൻ വയ്യാത്തവര് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യം. Which of the following conditions leads to the highest degree of saturation? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഏറ്റവും മാക്സിമം ആവാൻ ഉള്ള ഒരു കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഗെയിൻ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് ഓപ്ഷൻസിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താ, എനിക്ക് ഹൈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വേണം. ഹൈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വേണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മുടെ വോയിഡ്സിനകത്ത് എല്ലാം ആരായിരിക്കണം? വെള്ളമായിരിക്കണം അല്ലെ? അപ്പം ഹൈ എയർ കണ്ടന്റ്, ലോ വാട്ടർ കണ്ടന്റ് ശരിയാവില്ല. ലോ എയർ കണ്ടന്റ്, ഹൈ വാട്ടർ കണ്ടന്റ് പോസിബിൾ ആണ്. ഈക്വൽ വോള്യൂം ഓഫ് എയർ ആൻഡ് വാട്ടർ, അപ്പൊ എന്താ?
നമുക്ക് വോയിഡ്സിൽ പകുതി പകുതിയാ. അപ്പൊ നമുക്ക് 50% അല്ലേ നമുക്ക് സാച്ചുറേഷൻ വരത്തുള്ളൂ. അതല്ല, ഹൈ വോയിഡ് റേഷ്യോ, ലോ പോറോസിറ്റി. വോയിഡ് റേഷ്യോ ഓക്കെ ഫൈൻ, വോയിഡ്സിന്റെ അളവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ എന്ത് ബാധിക്കുന്നില്ല, ഡിഗ്രി ഓഫ് സാച്ചുറേഷനെ ബാധിക്കുന്നില്ല. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വിച്ച് ഇസ് ലോ എയർ കണ്ടന്റ് ആൻഡ് ഹൈ വാട്ടർ കണ്ടന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്താണ് ഈ സാച്ചുറേഷൻ? അല്ലാതെ വെറുതെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് ഈക്വൽ ടു VW/VB എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കും. 18ാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? Which of the following factors does not affect soil porosity N? നമ്മുടെ സോയിൽ പോറോസിറ്റിനെ അഫക്ട് ചെയ്യാത്തത് ഇവരിൽ ഏതാണ്? അഗെയിൻ ഫോളോയിങ് ഫാക്ടേഴ്സ്, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? നമ്മളുടെ ഓപ്ഷൻസിനുള്ളിൽ കൂടെ പോയേ പറ്റൂ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്താ തന്നേക്കുന്നത്? ഗ്രെയിൻ ഷേപ്പ്. നമ്മുടെ ഗ്രെയിൻസ് റൗണ്ടഡ് ആണെങ്കിൽ നമ്മുടെ ഗ്രെയിൻസ് ആംഗുലർ ആകാം, ഫ്ലേക്കി ആകാം, ഇലോങ്ങേറ്റഡ് ആകാം, പരന്നിരിക്കുന്നു, നീളത്തിലിരിക്കുന്നു, ഉരുണ്ടിരിക്കുന്നു, കൂർത്തിരിക്കുന്നു. അപ്പൊ എന്താ, ഷേപ്പിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? കാരണം എത്ര ലോക്കായിട്ട് എത്രത്തോളം ലോക്കിങ്ങിൽ നമുക്ക് നമ്മുടെ ഗ്രെയിൻസ് അറേഞ്ച്ഡ് ആയിട്ടിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇടിച്ചുറപ്പിക്കുന്നതിനെയാണ് കോമ്പാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഇടിച്ചുറപ്പിക്കാൻ നോക്കുമ്പോൾ പോറോസിറ്റി എന്താ? കുറയും, വോയിഡ്സ് കുറയുമല്ലോ, അതും അഫക്ട് ചെയ്യും. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും ആരെ അഫക്ട് ചെയ്യും? പോറോസിറ്റി. എന്താ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല്, ഞാനൊരു കൈ നിറച്ച് മണ്ണെടുത്തിട്ട് വന്നാൽ അതിനകത്ത് വലിയ വലിയ കല്ലുകൾ ഉണ്ടായിരിക്കും, ഒരു ആവറേജ് സൈസ് ഉണ്ടായിരിക്കും, സ്മോൾ സൈസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവരൊക്കെ നന്നായിട്ട് എല്ലാവരും ഒരേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ പോറോസിറ്റി പൊതുവെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും ആരെ അഫക്ട് ചെയ്യും? പോറോസിറ്റിനെ അഫക്ട് ചെയ്യും. സോയിലിന്റെ കളർ ആരെ അഫക്ട് ചെയ്യില്ല? പോറോസിറ്റിനെ അഫക്ട് ചെയ്യില്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? വായിച്ചേ. If the volume of water in a soil sample increases while the volume of voids remains constant, what happens to the degree of saturation? Okay, എന്താ തന്നിരിക്കുന്നത്? എന്റെ സോയിൽ സാമ്പിളിനകത്ത് വോളിയം ഓഫ് വാട്ടർ കൂടുന്നു, വോളിയം ഓഫ് വോയിഡ്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ത് പറ്റും? അഗെയിൻ നമുക്കറിയാം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് അല്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്? വോളിയം ഓഫ് വാട്ടർ കൂടുന്നു, വോളിയം ഓഫ് വോയിഡ്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഉറപ്പായിട്ട് ന്യൂമറേറ്റർ കൂടി. ന്യൂമറേറ്റർ കൂടുമ്പോൾ നമ്മുടെ പാരാമീറ്ററിനും എന്ത് സംഭവിക്കുന്നു? അതും കൂടുന്നു. സോ ഇൻക്രീസസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയ പ്രോബ്ലം ആണ്, എന്ത് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സോയിൽ സാമ്പിൾ ഹാസ് എ വാട്ടർ കണ്ടന്റ് W equals 20%, specific gravity of solids 2.65, void ratio 0.5, find the degree of saturation. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. നിങ്ങൾ ഡിപ്ലോമ ലെവൽ എക്സാം ആണ് എഴുതുന്നതെങ്കിലും ബിടെക് ലെവൽ എക്സാം ആണ് എഴുതുന്നതെങ്കിലും ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെ ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നത്? വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഇവരെല്ലാം റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു സേവാഗ് അല്ലെ? ഇക്വേഷൻ സേവാഗ്, which is SE equals WG. സേവാഗ് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. SE is equal to WG. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് S ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? WG by E എന്ന് എഴുതുന്നു.
water content 20%, which is 0.2 times G value 2.65 divided by E value 0.5. Yes. അപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം 2.65ഉം 5ഉം 2ഉം ഇവരൊക്കെ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.53 എന്ന് വരും. WG/E ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ആൻസർ നോക്കാമെന്ന്. നമ്മുടെ ഓപ്ഷൻസിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വാട്ടർ കണ്ടന്റ് നമ്മൾ ഓപ്ഷൻസിൽ ഒരു ചെറിയ തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വാല്യൂ 0.5 നോക്കാം. ചെയ്യുമ്പോൾ നമുക്ക് 0.2 times 2.65 divided by 0.5 എന്ന് വരും, which is approximately 1.06 എന്നാണ് വരിക കേട്ടോ. 1.06 എന്ന് വരും, which is not possible ആണ്. സോ നമുക്ക് വാട്ടർ കണ്ടന്റ് മേ ബി നമുക്കൊരു 0.1 ഇട്ട് കൊടുത്താൽ 53 എന്ന് വരും. നമുക്ക് വാട്ടർ കണ്ടന്റിന് 10% എന്ന് കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ഇസ് 1 ആകും. അപ്പൊ നമുക്ക് ഓപ്ഷൻ വരുന്നത് 53% എന്നാണ് വരിക. 53% നമുക്ക് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നമ്മൾ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകാൻ നോക്കുക. സോ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ സി സെലക്ട് ചെയ്യാവുന്നതാണ്. 60% സെലക്ട് ചെയ്യും. അതുകൊണ്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. SE is equal to WG. സേവ് ആകുന്ന. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി പോർഷൻസുമായിട്ട് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ കമ്മിങ് ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.